അപ്രേമിനെ ചൊറിഞ്ഞാൽ വാഴൂർ മത്തായിയുടെ ചീട്ട് കീറും. ഓർത്തഡോക്സ് സഭയെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ ഇത്രയും തരം താഴ്ത്തിയ, നാണം കെടുത്തിയ വാഴൂർ മത്തായിയെ പോലൊരു സഭാധ്യക്ഷൻ സഭാചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. ദ്രവ്യാഗ്രഹം മൂത്ത് പള്ളി പിടിച്ചു പറയും കൊലപാതകവും സാമ്പത്തിക തട്ടിപ്പുകളും കേസും വ്യവഹാരങ്ങളും പൗരോഹിത്യ വൃന്ദങ്ങൾക്കിടയിലെ വ്യഭിചാരവും കൊണ്ട് ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ട് നാൾക്കുനാൾ ഓർത്തഡോക്സ് സഭ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഉറക്കെ വിളിച്ചു പറയുവാൻ ആഗ്രഹിച്ച ചില അപ്രിയ സത്യങ്ങൾ അടൂർ കടമ്പനാട് മെത്രാൻ സക്കറിയാസ് മാർ അപ്രേം കുർബാന മധ്യേ വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞത്. കാട്ടാള കന്നന്തിരിവ് നിർത്തട, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതിനോട് സഭയിലെ ഭൂരിഭാഗം മെത്രാന്മാരും വൈദികരും സഭാസ്ഥാനികളും വിശ്വാസികളും അനുകൂലിക്കുമ്പോൾ മത്തായി കാശ് നൽകി കുറെ അപ്പക്കാളകളെ ഇറക്കി ഇക്കഴിഞ്ഞ ഞായറാഴ്ച പ്രതിഷേധം നടത്തുകയുണ്ടായി. പ്രഹസന മാമാങ്കം. വരുന്ന 23-ാം തീയതി അപ്രേം മെത്രാനെതിരെ നടപടിയെടുക്കുവാൻ കോട്ടയം അധോലോകത്ത് വെച്ച് നൈറ്റ് തൊഴിലാളികളുടെ ഒരു വട്ടമേശ സമ്മേളനം മത്തായി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വ്യഭിചാരവും ശിശുപീഡനവും സാമ്പത്തിക തട്ടിപ്പും ഉൾപ്പെടെ നിരവധി കേസുകൾ ഉള്ളവരാണ് ഓർത്തഡോക്സ് സഭയിലെ 99% മെത്രാന്മാരും. ആ സ്ഥിതിക്ക് അപ്രേം മെത്രാനെതിരെ മാത്രം നടപടിയെടുക്കണമെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ നിന്നും കടുത്ത പ്രതിഷേധം ഉണ്ടായി എന്ന് വരുത്തി തീർക്കുവാനാണ് കഴിഞ്ഞ ഞായറാഴ്ച മത്തായി തന്നെ കഞ്ഞിയും വെള്ളവും ഒക്കെ കൊടുത്ത് കുറെ താറതാങ്ങികളെ അധോലോകത്തിറക്കിയത്. കുറിലോസ്, പോളികാർപ്പോസ്, യോസേബിയോസ്, തെയോഫിലോസ്, എപ്പിപ്പാനിയോസ്, നിക്കോദിമോസ് എന്നിവർ 23 നടക്കുന്ന മത്തായിയുടെ അടിയന്തരത്തിൽ അവസാനിക്കുവാൻ സാധ്യതയുള്ള സിനഡിൽ പങ്കെടുക്കില്ല എന്നാണ് വിവരം നൽകിയിരിക്കുന്നത്. അടിയന്തര സിനഡിൽ പങ്കെടുക്കാത്ത മെത്രാന്മാർ നിലപാടെന്നാൽ എഴുതി നൽകുവാൻ ആവശ്യപ്പെട്ടെങ്കിലും എപ്പിപ്പാനിയോസ്, നിക്കോദിമോസ് എന്നിവർ മാത്രം ഇതുവരെ ഏതാണ്ട് നിലപാട് എഴുതി നൽകി എന്നാണ് വിവരം. അത്താനാസ്യോസ് മെത്രാൻ സിനഡിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും 10 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി പ്രതിഷേധിക്കുവാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പോലീസ് സേനയെയും ഫയർഫോഴ്സിനെയും അടക്കം വിളിച്ചതുകൂടാതെ തോർത്തിൽ മെറ്റൽ കെട്ടിയിടിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തയാളാണ് ഇന്നലെ പ്രതിഷേധവുമായി വരുന്നവർക്ക് വേണ്ടി കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് അധോലോകത്തിൻ്റെ വലിയ വാതിലുകൾ മലർക്കെ തുറന്നിട്ടത്. സെക്യൂരിറ്റിയും ആരെയും തടഞ്ഞില്ല. പക്ഷേ കാശ് വാങ്ങിയവർ ശാപ്പിട്ടിട്ട് മത്തായിയെ ഭേഷായി പറ്റിച്ചു. തപ്പിപ്പെറുക്കിയാലെല്ലാം കൂടെ ഒരു 10-20 പേർ മാത്രമായിരുന്നു അധോലോകത്ത് പ്ലക്കാർഡുമായി ഇന്നലെ വന്നത്. പ്ലക്കാർഡ് പിടിച്ചൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ പാട്ടിന് പോയി. ബൈബിളിന് പ്രഥമ സ്ഥാനം നൽകണം, ആളുകൾക്ക് നിൽക്കുവാൻ നിലവിലുള്ള പള്ളികളിൽ സ്ഥലം തികയാതെ വന്നാൽ മാത്രം പള്ളികൾ പിടിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ അപ്രേം മെത്രാനെതിരെ എന്ത് പറഞ്ഞാണ് വാഴൂർ മത്തായിക്ക് നടപടിയെടുക്കുവാൻ സാധിക്കുന്നത്? ഇന്നലെ അധോലോകത്ത് അപ്രേം മെത്രാനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തിയ കൂലി പ്രതിഷേധക്കാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു നൂറ്റാണ്ടോളം കേസ് കളിച്ച് അവസാനം കിട്ടിയ 2017 ജൂലൈ 3 വിധിക്ക് കീറക്കടലാസിന്റെ വിലയില്ലാതാക്കി മാറ്റിയ വാഴൂർ മത്തായിക്കെതിരെ ആയിരുന്നില്ലേ നിങ്ങളുടെ ആദ്യ പ്രതിഷേധം ഉയരേണ്ടിയിരുന്നത്? 2 സഭയാണ് എന്ന് കോടതിയിൽ അഫിഡവിറ്റ് നൽകിയതിലൂടെ വിധിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തിയ മണ്ടൻ മത്തായിക്ക് കീജയ് വിളിക്കുന്ന നിന്നെയൊക്കെയല്ലേ മത്തായിയുടെ സ്വകാര്യ അഹങ്കാരമായ പരമമൊണ്ണകൾ അഥവാ സർട്ടിഫൈഡ് A ക്ലാസ് മൊണ്ണകൾ എന്ന് വിളിക്കേണ്ടുന്നത്? പള്ളി പിടിച്ചു പറിക്കുവാൻ ഞാൻ തന്നെ കാതോലിക്ക ആകണമെന്ന് പറഞ്ഞ് കാതോലിക്ക കസേര പിടിച്ചു പറിച്ചെടുത്ത മത്തായി പിണറായി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ഇനിയും കേസും വ്യവഹാരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, മുളന്തുരുത്തി ഉൾപ്പെടെ പിടിച്ച പള്ളികൾ തിരികെ കൊടുക്കും, കേസുകളൊന്നും അഡ്വാൻസ് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ് സിനഡിൽ മെത്രാന്മാർ കൂടിയിരുന്ന് തീരുമാനമെടുത്ത് പിണറായിക്ക് വാക്ക് നൽകി. ഇത് വിശ്വാസികളോട് കാണിച്ച വിശ്വാസവഞ്ചനയല്ലേ മത്തായി എന്ന് ചോദിക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ലായിരുന്നു. സഭാസമിതികളിൽ ആലോചനകളില്ലാതെ മത്തായിക്ക് പ്രകാരം തീരുമാനിക്കാമെങ്കിൽ അപ്രേം മെത്രാന് ഇങ്ങനെ പറയാൻ മേലെ എൻ്റെ അടിമക്കുഞ്ഞാടുകളെ. യാക്കോബായ സുറിയാനി സഭ എന്നൊരു സഭ ഇല്ലെന്ന് പറഞ്ഞവർ അവരുടെ കാതോലിക്ക വാഴ്ചയ്ക്ക് സകല ഒത്താശയും ചെയ്തു കൊടുത്തതിന് മത്തായിക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുവാൻ ഉറപ്പുള്ള ഒരൊറ്റ മുണ്ണകളെങ്കിലും ഓർത്തഡോക്സ് സഭയിലുണ്ടോ? പൂച്ച കാഷ്ടിച്ച് മൂടിയിട്ടിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ എല്ലാം ഒപ്പിച്ചു വെച്ചേച്ച് മൂടിയിട്ടാൽ മുണ്ണകൾക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാകുന്നവർ ഈ സഭയിലുണ്ടെന്ന് മത്തായിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് വാ പൊളിച്ചില്ല? ഭദ്രാസന ഭരണസമിതികളെ നോക്കുകുത്തികളാക്കി സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്ന തിരുവനന്തപുരത്തെ അൽപ്രാക്സ് മെത്രാനെ പുറത്താക്കണമെന്ന് പറയുവാനുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? കൂലി പ്രതിഷേധക്കാരി
കുമ്പസാര പീഡനക്കാരന്മാരെയും ശിശുപീഡകരെയും സംരക്ഷിക്കുന്ന സിനഡ് സെക്രട്ടറി കൂടിയായ നിരണം മെത്രാനായിരുന്നു പൗരോഹിത്യ സ്വവർഗഭോഗികളുടെ നേതാവ് എന്ന് സജി എന്നൊരു ഓർത്തഡോക്സ് പാതിരി വെളിപ്പെടുത്തിയിട്ട് അത് സത്യമാണോ എന്ന് പോലും തിരക്കുവാൻ ഉറപ്പില്ലാത്ത ശിഖണ്ഡികളാണിപ്പോൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. നിനക്കൊക്കെ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ചെങ്ങന്നൂർ മെത്രാനെ കൊന്ന് പുല്ലപ്പടി ട്രാക്കിലിട്ട കേസിൽ വാഴൂർ മത്തായിക്കെതിരെയും ഉളയോസിനെതിരെയും FIR ഇട്ടപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്നവർ, ട്രാൻസ്ജെൻഡർ യുവതിയെയും അമ്മയെയും ഒരുപോലെ കൊണ്ടു നടക്കുന്നവൻ കാതോലിക്കയാകുവാൻ ശ്രമിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നവർ, സഹോദരന്റെ കുടുംബം നശിപ്പിച്ച ആ സഹോദരഘാതകൻ അടുത്ത കാതോലിക്ക ആകാൻ ശ്രമിക്കുന്നത് കണ്ട് മിണ്ടാതെ നിൽക്കുന്നവർ, അടുത്ത കാതോലിക്ക ആകാൻ നിൽക്കുന്ന അമേരിക്കയിലെ നക്ഷത്രവേശ്യാലയങ്ങളിലെ നിത്യ സന്ദർശകൻ, അരമനയിൽ കൊണ്ട സ്ത്രീകളെ താമസിപ്പിച്ച് പെണ്ണുപിടിച്ച് കടം കയറി അരമന വരെ ജപ്തിയാക്കിയ ഇടുക്കിയിലെ മുൻമെത്രാൻ മാത്യൂസ് മാർ തേവോദോസിയോസിനെ ഒരൊറ്റപ്പള്ളിയിൽ പോലും കാലുകുത്തിക്കരുത് എന്ന് പൗലോസുദിയൻ പറഞ്ഞ മാനസിക നില തെറ്റിയ ആ ആവാസനെ മത്തായി മൂന്നാമൻ തിരികെ എടുത്തപ്പോൾ നിനക്കൊക്കെ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. അമേരിക്കയിൽ പെണ്ണുപിടിച്ച് നാട് കടത്തപ്പെട്ട അലക്സിയോസ് എന്ന നാണം കെട്ടവന് ഇവിടെ ഭദ്രാസനം കൊടുത്ത് വാഴിച്ചപ്പോൾ നിനക്കൊക്കെ പ്രതിഷേധിക്കേണ്ടായിരുന്നു. നിന്റെയൊക്കെ അളിഞ്ഞ മെത്രാന്മാരോട് നാറിയ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാസങ്ങൾ തികയാതെ വരും. ഇതെല്ലാം കണ്ടിട്ടും കാണാതിരിക്കുന്ന, പ്രതികരണശേഷി നഷ്ടപ്പെട്ട നിന്റെയൊക്കെ പ്രതികരണശേഷി ഒരു ബോട്ടിൽ ജവാൻ കണ്ടപ്പോൾ ഉണർന്നെങ്കിൽ നീയൊക്കെ തന്നെ ചിന്തിക്കൂ, നിന്റെയൊക്കെ ലെവൽ എവിടാണെന്ന്. അപ്രേം മെത്രാനെതിരെ ഒരു നടപടിയെടുക്കുവാൻ കഞ്ഞിക്കുഴി മൂപ്പന്റെ അംശവടിക്ക് ഉറപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ദിദിമോസ് ബാബയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആഭാസന്മാരായ മെത്രാന്മാർക്കെതിരെ വന്ന പരാതികൾ ഫയലടക്കം അപ്രേമിന്റെ കൈവശമുണ്ട്. പട്ടയടിച്ച് പട്ടിയെയും കെട്ടിപ്പിടിച്ച് കിടന്ന പട്ടപ്രമോദിന് ചുവന്ന നൈറ്റി കൊടുത്ത് മെത്രാനാക്കിയിട്ടും അവനവൻ്റെ ആ പഴയ ഫ്രോഡ് പണി തുടർന്നുകൊണ്ടേയിരുന്നു. മെഡിക്കൽ അഡ്മിഷൻ തട്ടിപ്പ് കേസിൽ കോടികൾ തട്ടിയ പക്കോമിയോസ് എന്ന പട്ടപ്രമോദിനെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ശബ്ദിക്കുവാൻ നിന്റെയൊക്കെ നാക്കന്റെ പൊങ്ങിയില്ല മൊണ്ണകളെ. പാമ്പാടി തിരുമേനിയുടെ ദേറയിൽ ആ അഭയഭവനെ വർഗീസ് മാർക്കോസ് ആര്യാട്ടിനെ പോലെയുള്ള പെണ്ണുപിടിയന്മാരുടെ അഭയസ്ഥാനമാക്കിയ, സെമിനറി പിള്ളേരുടെ പിന്നാമ്പുറം കുളമാക്കിയ കുണ്ടറപ്പണിക്കർക്കെതിരെ എന്തേ നിങ്ങൾക്ക് പ്രതിഷേധം ഉയരുന്നില്ല? MOC കോളേജുകളുടെ മാനേജർ എന്ന നിലയിൽ നിയമനത്തിന് അപ്രയം മേടിച്ച കോടികളുടെ കോഴകൾ എങ്ങോട്ടാണ് പോയതെന്ന് അപ്രയം വിളിച്ചു പറഞ്ഞാൽ വാഴൂർ മത്തായി അഴിയെണ്ണുമോ ഇല്ലയോ? ആലോചിക്കുക. കാതോലിക്ക കസേര പിടിക്കുവാൻ മത്തായി നടത്തിയ പിതൃശൂന്യപരാക്രമങ്ങൾ അപ്രയം വിളിച്ചു പറഞ്ഞാൽ സ്ഥിതി എന്താകും? ക്ലീമീസിനെ ഒതുക്കിയതുപോലെ ഒതുങ്ങുന്ന മുതലാണോ അപ്രയം? അല്ല എന്ന് മാത്രമല്ല, അടിവേര് അപ്രയം ഇറക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാണം കെട്ട മത്തായി മൂന്നാമൻ കാശ് കൊടുത്ത് പ്രതിഷേധം നടത്തുവാൻ ഇന്നലെ ചില അപ്പക്കാളകളെ അധോലോകത്ത് ഇറക്കിയത്. അതും പൊളിഞ്ഞു. ഈയിടെയായി ഇതാണ് സ്ഥിതി. കഞ്ഞിക്കുഴി മൂപ്പൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ബൂമറങ്ങായി സ്വന്തം നെഞ്ചത്ത് തന്നെയാണ് പതിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് പറയാം. 23-ാം തീയതി റാൻമൂളികളായ ഏതാനും മെത്രാന്മാർ അധോലോകത്തെത്തും. ഫിഷ്മോളിയും പോത്തുകറിയും കൂട്ടി ചോറ് വയറ് നിറച്ചുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരേമ്പക്കവും വിട്ട് വീട്ടിൽ പോകും. അതല്ലാതെ ഒരു പുട്ടും ഇവിടെ സംഭവിക്കില്ല. അതിനുള്ള പ്രാപ്തി വാഴൂർ മത്തായിക്ക് ഇല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.